പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1600 രൂപയുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ മാസത്തെ ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് അക്കൗണ്ടിലും കൈകളിലും തുക താമസിക്കാതെ എത്തിച്ചേരും. സമൂഹത്ത് താഴെ കടയുള്ള ആളുകൾക്ക് കിട്ടുന്ന പെൻഷൻ അർഹതയില്ലാതെ വാങ്ങിച്ചവർക്ക് 118 സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ഇവർക്ക് കൈപ്പറ്റിയ തുക പലിശ 18% പലിശ അടക്കം ഇവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാനും പിന്നെ ഇവരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കാനുമാണ് സർക്കാരിൻ്റെ തീരുമാനം. വിവിധ വകുപ്പുകളിലുള്ള 1458 ജീവനക്കാർ അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് കണ്ടെത്തി സർക്കാർ. ഇത് അന്വേഷണത്തിൽ സർക്കാർ കണ്ടെത്തി. ഇവർക്ക് പേരിലുള്ള നടപടി സർക്കാർ ആരംഭിച്ചു. അർഹതയില്ലാതെ പാവങ്ങളെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന സ്വഭാവമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ പലിശ അടക്കം ഈടാക്കുകയും മാത്രമല്ല അർഹതയുള്ളവർക്ക് പെൻഷൻ തുക ഉറപ്പുവരുത്തുകയാണ് സർക്കാരിൻ്റെ അജണ്ട. പെൻഷൻ തുക സമയബന്ധിതമായി വിതരണം ചെയ്യാൻ തീരുമാനം. കുടിശ്ശിക തുകയാണ് 1400 രൂപ വിതരണം ഇനി ചെയ്യുന്നത്. ജനുവരി മാസം 1-ാം തീയതി തുടങ്ങി ഇതിനുള്ള നടപടി സർക്കാർ തുടങ്ങും. വിവിധ ഘട്ടങ്ങളിൽ വിതരണം ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ നിലവിൽ 1600 രൂപ എത്തിച്ചേർന്നവർക്ക് ഡിസംബർ 6-ന് എത്തിച്ചേരാത്ത പെൻഷൻ ചേർത്ത് 3,200 ആയിരിക്കും കൈകളിൽ എത്തിച്ചേരുക. സംസ്ഥാനത്ത് 2024 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇനി 2025 കടക്കുമ്പോൾ ജനങ്ങളോട് പരാതി പരിഹരിക്കുന്നതിനൊപ്പം പെൻഷൻ പുതിയ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സർക്കാർ. ജനുവരി മാസത്തിൽ വരാൻ പോകുന്ന ബജറ്റും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാരിൻ്റെ ഈ കൂടുതൽ തുകയും ഒട്ടേറെ നടപടിയായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ബാങ്കിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. അതിനുശേഷം കൈകളിലായിരിക്കും 2 ദിവസത്തിന് ശേഷം കൈകളിലായിരിക്കും തുക എത്തിച്ചേരുക. വീട്ടിൽ ചെയ്യുന്ന ആൾക്ക് ഇനി ഫേസ് മാസ്റ്ററിങ് ഒക്കെ നിലവിൽ വരികയാണ്. അതായത് തുക കൊണ്ട് തരാൻ വരുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഒരു ഡിവൈസ് കാണും. അതിൻ്റെ അകത്ത് ഫേസ് പതിപ്പിച്ചാൽ മതി. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. കാരണം പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന ഉറപ്പിന് വേണ്ടിയാണ് ഇത്. ജനുവരി മാസത്തിൽ പുതിയ ലിസ്റ്റ് പുറത്തു വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. വീണ്ടും തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ, സർക്കാർ അറിയിപ്പുകൾ നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തുള്ളൂ. പുതിയ പെൻഷൻ ലിസ്റ്റ് പുറത്തു വിടുകയാണ് 2025. ആരൊക്കെ പുറത്ത് പോകും, ആരൊക്കെ പുറത്തു പോകില്ല എന്ന് കാത്തിരുന്ന് കാണാം.